മക്കളെ, എല്ലാ വർഷവും പരീക്ഷയിൽ 3 മാർക്കിന് ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ബേസിക്കലി ഒരു കോൺവെർസേഷൻ തരും, എന്നിട്ട് കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും ചില ഭാഗങ്ങൾ, അത് നമ്മൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വെറും കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്നാലും കുറച്ച് ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങളെങ്കിലും ആക്ച്വലി എക്സാമിൽ വന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ഏതെണ്ണം വന്നാലും നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഫുള്ള് വായിച്ചോളാം. ഫുള്ള് വായിച്ചു കൊടുത്തും കുഴപ്പമൊന്നുമില്ല. പരീക്ഷയിൽ നിങ്ങൾ ഫുള്ള് വായിച്ചു വയ്ക്കും. കലാം ഷംസുദ്ദീൻ തമ്മിലുള്ള ഇമാജിനറി കോൺവെർസേഷൻ ആണ്. കലാം പറയുന്നു, ദ ട്രെയിൻ ഡസൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം എനിമോർ, ഡസ് ഇറ്റ്? സ്റ്റോപ്പ് ചെയ്യാറില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷംസുദ്ദീൻ പറയുന്നത്, നോ ഇറ്റ് ഡസൻ, സ്റ്റോപ്പ് ചെയ്യാറില്ല. ദ വാർ ഹാസ് ചേഞ്ച് മെനി തിങ്സ്. വാർ എന്താണ് കാരണം? ട്രെയിൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാറില്ല, കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ കലാം എന്തോ ചോദിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, എന്താ നമ്മൾ ഫില്ല് ചെയ്യണം, അതിന് ആൻസർ വായിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ചോദ്യം, മനസ്സിലല്ലേ? അതിന് എക്സാക്ട് ഉത്തരവൊന്നും ഇല്ല കേട്ടോ അതിനൊന്നും, മനസ്സിലല്ലേ? പക്ഷേ ഏകദേശമുള്ള ആൻസർ എഴുതി വെച്ചാൽ മതി നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഷംസുദ്ദീൻ പറയാണ്, ആൻസർ പറയാണ്, ഐ ഹാവ് എ സൊല്യൂഷൻ. നീ പേടിക്കേണ്ട, എനിക്ക് സൊല്യൂഷൻ ഉണ്ട്. ദ ബണ്ടിൽസ് വിൽ ബി ടോസ്ഡ് ഓൺ ടു ദി പ്ലാറ്റ്ഫോം ആൻഡ് സമ്മൺ ഹാസ് ടു കളക്ട് ദം ക്വിക്ലി ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ ബണ്ടിൽസ് എല്ലാം കൂടെ പ്ലാറ്റ്ഫോമിലേക്ക് എറിഞ്ഞോളൂ, ആരെങ്കിലും എടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ചോദ്യം? അപ്പോൾ കലാം ഇവിടെ ചോദിക്കുന്നത് എന്തായിരിക്കും? അപ്പോൾ സ്റ്റോപ്പ് ഇല്ല എന്ന് പറയുന്നുണ്ട്. സ്റ്റോപ്പില്ല എങ്ങനെയായിരിക്കും പേപ്പർ നമ്മൾ ഡെലിവർ ചെയ്യാന്നോ അല്ലെ പേപ്പർ നമുക്ക് കിട്ടാമെന്നായിരിക്കും ചോദ്യം. അതും കൂടെ ചോദിച്ചാൽ മതി. എങ്ങനെ ചോദിക്കുക? ഹൗ വിൽ വി ഗെറ്റ് ദ പേപ്പേഴ്സ്? നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്, അപ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. എങ്ങനെ നമുക്കിനി പേപ്പർ കിട്ടും? ഹൗ വിൽ വി അറേഞ്ച് ദ പേപ്പർ? ഹൗ വിൽ വി ഗെറ്റ് ദ പേപ്പർ? സിമ്പിൾ ഭാഷയിൽ ചോദിച്ചാൽ മതി. പക്ഷെ ആൻസർ വായിക്കുമ്പോഴാണ് നമുക്ക് ചോദ്യം എന്താ മനസ്സിലാവത്രേ ഉള്ളൂ. പിന്നെ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവണേ. കാരണം അത് ചാപ്റ്റർ അറിയാത്തൊരു കുട്ടിക്ക് ഇത് എന്താ ചോദിക്കുക, എന്താ പറയാമെന്ന് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും വേണമെങ്കിൽ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അടുത്ത സെൻറ്റൻസ് വായിച്ചു നോക്കുക എന്നാണ് ഇതിന് ട്രിക്ക്. അടുത്ത ട്രൈ നോക്കാം. കലാം, ദാറ്റ് സൗണ്ട്സ് എക്സൈറ്റിംഗ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഡാഷ്. അടിപൊളി, പ്ലാൻ കൊള്ളാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് ചോദിക്കുകയാണ്. എന്താ ചോദ്യം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, ആൻസർ നോക്കാം. വണ്ടർഫുൾ, ഐ വിൽ ബി ഹാപ്പി ഇഫ് യു ടേക്ക് അപ്പ് ദി വർക്ക്. നീ ആ പണി ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും ചോദ്യം? ഞാൻ ആ പണി ഏറ്റെടുത്തോട്ടെ എന്നായിരിക്കില്ലേ? അത്രേ ഉള്ളൂ. ദാറ്റ് സൗണ്ട്സ് എക്സൈറ്റിംഗ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ ടേക്ക് അപ്പ് ദി ജോബ് എന്ന് അതിൽ എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദി വർക്ക് അല്ലേ? അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ക്യാൻ ഐ ടേക്ക് അപ്പ് ദി ജോബ് എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളായിട്ട് ഇടേണ്ടി വരും. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. പക്ഷേ ക്വസ്റ്റ്യൻ മാർക്ക് അവർ കൊടുക്കാത്ത സ്ഥിതിക്ക് ഒരു ഐ വുഡ് ലൈക്ക് ടു ടേക്ക് അപ്പ് ദി വർക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ? ആ രീതിയിലാക്കിയാൽ മതി. ഐ വുഡ് ലൈക്ക് ടു ടേക്ക് അപ്പ് ദി വർക്ക്, ഐ വുഡ് ലൈക്ക് ടു ഡു ദി വർക്ക്, ഐ വുഡ് ലൈക്ക് ടു ബി അസൈൻ ദ വർക്ക്, എന്ത് വേണം എഴുതി വെക്കാം. പക്ഷെ ആ കോമൺ സെൻസ് ആയിട്ട് വർക്ക് ആവണം, അത്രേ ഉള്ളൂ. അപ്പോൾ പറയാം, യെസ് ഐ വിൽ ബി ഹാപ്പി ഇഫ് യു ടേക്ക് അപ്പ് ദി വർക്ക്. അപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇഫ് യു ടേക്ക് അപ്പ് ദി വർക്ക് എന്ന്. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് അപ്പ് ദി വർക്ക് എന്ന് എഴുതി വെക്കുക. അതാണ് ഏറ്റവും സിമ്പിൾ ആൻസർ. നെക്സ്റ്റ് കലാം പറയാണ്, ഐ വോണ്ട് ടു ഹെൽപ്പ് അവർ ഫാമിലി ടു. ഷംസുദ്ദീൻ പറയാണ്, ഗുഡ് ബട്ട് യു ഹാഡ് ബെറ്റർ. പക്ഷേ എന്തോ കാര്യം പറയുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാവുക? അടുത്ത് നോക്കുക. താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് മീ, ഐ വിൽ ബി അറ്റ് ദി സ്റ്റേഷൻ ഓൺ ദി ടൈം എവറി മോർണിംഗ്. അപ്പോൾ എന്തായിരിക്കും സംഭവം എന്താണ്? ഹെൽപ്പൊക്കെ ചെയ്യുന്ന കൊള്ളാം, പക്ഷേ യു ഹാഡ് ബെറ്റർ, നീ കറക്റ്റ് ടൈമിന് വരണം എന്നായിരിക്കും. കാരണം അവർ പറയുന്നുണ്ടല്ലേ, കലാം പറയുന്നുണ്ട്, ഐ വിൽ ബി അറ്റ് ദ സ്റ്റേഷൻ എവറി മോർണിംഗ്, ഞാൻ വന്നോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ നീ വന്നോളണം എന്നായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ യു ഹാഡ് ബെറ്റർ റീച്ച് ദ സ്റ്റേഷൻ ഓൺ ടൈം എവറി മോർണിംഗ്. യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞാൽ നീ വന്നിരിക്കണം എന്നുള്ളത്, അല്ല നീ ചെയ്തിരിക്കണം. യു ഹാഡ് ബെറ്റർ റീച്ച് ദ ടൈം ഓൺ സ്റ്റേഷൻ എവറി മോർണിംഗ്. അപ്പോൾ കലാം പറയുന്നത് ഐ വിൽ ബി അറ്റ് ദ സ്റ്റേഷൻ. അത്രയുള്ള സംഭവം. അപ്പോൾ ജസ്റ്റ് ആൻസർ വായിക്കുമ്പോൾ തന്നെ, അടുത്ത റെസ്പോൺസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് എക്സാക്ട്ലി ആൻസർക്കുള്ള ആൻസർ ഒന്നും വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ചെയ്താൽ മതി. ഒരെണ്ണം സ്വന്തം ട്രൈ ചെയ്ത് നോക്കി, ആൻസർ നോക്കാതെ ഒന്ന് സ്വന്തം ട്രൈ ചെയ്ത് നോക്കിയത്, ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക, നിങ്ങൾ എന്താ എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ മദറും കലാമും തമ്മിലുള്ള കോൺവെർസേഷൻ ആക്ച്വലി എക്സാമിൽ വന്നതാണ്. ഇതേപോലെ പരീക്ഷ ഇതും എക്സാക്ട്ലി വരില്ല, ഇതേപോലെ ആയിരിക്കും വരിക, അത്രേ ഉള്ളൂ. വാട്ട് ആർ യു തിങ്കിങ് ഓഫ് സോ ഡീപ്ലി? മദർ ചോദിക്കുകയാണ്. അപ്പോൾ കലാം പറഞ്ഞു, ഐ എം പ്ലാനിങ് ടു ടേക്ക് അപ്പ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ മദർ എന്തോ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഉത്തരമായിട്ട് കലാം പറയുന്നത്, ഐ എം ടേക്കിംഗ് ഇറ്റ് അപ്പ് ബിക്കോസ് ഐ വോണ്ട് ടു ഹെൽപ്പ് അവർ ഫാമിലി. അപ്പോൾ ഈ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം എന്തായിരിക്കും? നീ എന്തിനാണ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എഴുതി വെക്കുക, വൈ ഡു യു വോണ്ട് ടു ടേക്ക് ഇറ്റ് അപ്പ്? എനിക്ക് എന്തിനാണ് ടേക്ക് ഇറ്റ് അപ്പ് ചെയ്യേണ്ടത്? അപ്പോൾ അത്രയുള്ള സംഭവം അല്ല. വൈ ഡു യു വോണ്ട് ടു ഡു ഇറ്റ് എന്ന് ചോദിച്ചാലും മതി, മനസ്സിലല്ലേ? ഐ എം ടേക്കിംഗ് ഇറ്റ് അപ്പ് എന്ന് പറയുന്നത് കൊണ്ട് വൈ ഡു യു വോണ്ട് ടു ടേക്ക് ഇറ്റ് അപ്പ്? ഐ എം ടേക്കിംഗ് ഇറ്റ് അപ്പ്. അപ്പോൾ അങ്ങനെയാണ് കുറച്ചുകൂടി ഉചിതം. പക്ഷെ വൈ ഡു യു വോണ്ട് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. മദർ, ദാറ്റ്സ് ഗുഡ്, ഷുവർ ഐ വിൽ നീഡ് ടു ഫ്രഷൻ അപ്പ്, ദെൻ യു ഹാഡ് ബെറ്റർ. എന്തോ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ കലാം പറയണം, ഐ എം റെഡി ടു വേക്ക് അപ്പ് അറ്റ് 3 AM എവറി ഡേ. കലാം അമ്മ പറയുന്നത് എന്തായിരിക്കും? നീ രാവിലെ എണീക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ല, എണീക്കേണ്ടി വരുന്നല്ല, ദെൻ യു ഹാഡ് ബെറ്റർ ഗോ ടു സ്ലീപ്പ് എന്നായിരിക്കും. ഇനി ഈവൻ നിങ്ങൾക്ക് വേണേൽ പറയാം, ദെൻ യു ഹാഡ് ബെറ്റർ വേക്ക് അപ്പ്
ഏർലി ടുമോറോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ആൻസർ ഐ എം റെഡി ടു വേക്ക് അപ്പ് at 3 AM എവറി ഡേ എന്നാണല്ലോ പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ വേണേൽ പറയാം, ദെൻ യു ഹാഡ് ബെറ്റർ ഗോ ടു ബെഡ് ഏർലി. അതും ഓക്കെയാണ്, അത് ലോജിക്കലി മേക്ക് സെൻസ്. നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദെൻ യു ഹാഡ് ബെറ്റർ ഗോ ടു സ്ലീപ്പ് ഏർലി, അല്ലെ ഗോ ടു ബെഡ് ഏർലി, ഓർ ഗെറ്റ് റെഡി ടു വേക്ക് അപ്പ് ടുമോറോ at 3 AM എന്നും കൊടുക്കാം. കാരണം അവിടുത്തെ അടുത്ത റെസ്പോൺസ് അങ്ങനെ എന്താ, ഈ രീതിയിലാണ്. സോ ഇറ്റ്സ് ഓക്കെ, രണ്ടും ഓക്കെയാണ്, രണ്ടിനും മാർക്ക് തരും ടീച്ചർ. നെക്സ്റ്റ്, മദർ ഇഫ് യു, അല്ല ഇതാണോ, ഐ എം റെഡി. മദർ ഇഫ് യു ഗെറ്റ് എ ബൈ ദെൻ ഡാഷ് എന്നാണ്. കലാം നൗ ഐ എം ഷുവർ ഐ വിൽ ബി ഏബിൾ ടു മാനേജ് ഇറ്റ്. അപ്പോൾ എന്താ സംഭവം, ഇഫ് യു ഗെറ്റ് എ ബൈ ദെൻ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് രാവിലെ ട്യൂഷൻ്റെ കാര്യമില്ലേ, ടീച്ചറിൻ്റെ വീട്ടിൽ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണേൽ ആവാം. അല്ലെങ്കിൽ ഐ എം ഷുവർ ഏബിൾ ടു മാനേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടെ ഒരു സൊല്യൂഷൻ ആണ് കൊടുക്കുന്നത്. ഇഫ് യു ഗെറ്റ് എ ബൈ ദെൻ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ നടക്കും, അല്ലേ, നിങ്ങൾക്ക് ട്യൂഷന് പോകാം, അറബിക് ക്ലാസ്സിന് പോകാം, പിന്നെ എന്താ സ്കൂളിൽ കറക്റ്റായിട്ട് പോകാം എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ കലാം പറയാം നൗ ഐ എം ഷുവർ ഐ വിൽ ബി ഏബിൾ ടു മാനേജ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഞാൻ മാനേജ് ചെയ്യാൻ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നതായിരിക്കും പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് വേണേൽ എഴുതാം. ഇഫ് യു ഗെറ്റ് എ ബൈ ദെൻ യു ക്യാൻ റീച്ച് എ ടീച്ചേഴ്സ് ഹൗസ് ഓൺ ടൈം. ഇഫ് യു ഗെറ്റ് എ ബൈ ദെൻ 3 മണി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യു വിൽ ഹാവ് ടൈം, ഇനഫ് ടൈം ടു കംപ്ലീറ്റ് യുവർ വർക്ക് ആൻഡ് കംപ്ലീറ്റ് യുവർ ഹോം വർക്ക്. അതും കൊടുക്കാം. ഇഫ് യു ഗെറ്റ് എ ബൈ ദെൻ യു വിൽ ഹാവ് ടൈം ടു ഗോ ടു ദ ട്യൂഷൻ ക്ലാസ് ആൻഡ് ഗോ ടു ദ അറബിക് ക്ലാസ് ആൻഡ് ദെൻ ഡു ദ വർക്ക്. അതും കൊടുക്കാം. മനസ്സിലായി, എനിത്തിങ് ഈസ് പോസിബിൾ വിത്തിൻ കോണ്ടെക്സ്റ്റ്. ഇഫ് യു ഗെറ്റ് അപ്പ് ബൈ ദ യു ക്യാൻ ഗോ പ്ലേ ഫുട്ബോൾ ഒന്നും എഴുതി വെക്കരുത്, ചാപ്റ്ററിന്റെ കോണ്ടെക്സ്റ്റിലുള്ള എന്തും എഴുതി വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ഇതിനൊന്നും കൃത്യമായിട്ട് ഒരു ഉത്തരം എന്നില്ല. ആ ഒരു കോൺവെർസേഷൻ്റെയും ചാപ്റ്ററിൻ്റെയും കോണ്ടെക്സ്റ്റിന് എന്തും അവിടെ വർക്കാവും. ആകെയുള്ളത് അടുത്ത റെസ്പോൺസിന് ഉചിതമായിട്ടുള്ള ഒരു സംഭവം ആയിരിക്കണം അവിടെ. അത്രയും ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ 3 മാർക്കൊക്കെ പുഷ്പം പോലെ പോന്നോളും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓവർ തിങ്ക് ചെയ്തിട്ട് 100% കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി സമയം കളയരുത്. പരീക്ഷയിൽ എന്താണോ വലിയ കുഴപ്പമില്ലാത്ത കോമൺ സെൻസിന് വർക്കാവുന്ന സാധനം കിട്ടുന്നുണ്ടോ അതങ്ങോട്ട് എഴുതി വെക്കുക, പരിപാടി തീർക്കുക. 3 മാർക്ക് എളുപ്പം വന്നോളും. ഇതൊരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു ചോദ്യമാണ്. ഇതിൽ അനാവശ്യ കോംപ്ലിക്കേഷൻ കയറ്റി വെക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. ക്ലിയർ ആണല്ലോ. കോൺവെർസേഷൻ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം കൊടുക്കില്ലേ മക്കളെ? 3 മാർക്ക് വാങ്ങില്ലേ? വാങ്ങണം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തേക്കെ. തകർക്ക്.